ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഫ്രേസൽ വെർബാണ് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ ഫ്രേസൽ വെർബ് നിങ്ങൾക്കറിയാം? പുട്ട്, കോള്, ലുക്ക്, ടേക്ക്, ഗിവ്, അങ്ങനെ കുറേ ഫ്രേസൽ വെർബ് ഉണ്ട് അല്ലേ? ഇന്ന് നമുക്കിന്ന് പഠിക്കാനുള്ളത് പുട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബാണ്. പുട്ട് എന്ന ഫ്രേസൽ വെർബ് നമുക്ക് ഒരു ചെറിയ കഥയിലൂടെ പഠിക്കാം. പുട്ടുണ്ടാക്കുന്ന ഒരു ചെറിയ കഥയിലൂടെ പുട്ടിൻ്റെ ഫ്രേസൽ വെർബ് മുഴുവനായിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പഠിക്കാം. അപ്പം നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് രാവിലെ തന്നെ അത്യാവശ്യമായിട്ട് അമ്മയ്ക്ക് എവിടെയോ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇന്ന് എന്നെയാണ് നിയമിച്ചത്. അമ്മ പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ പുട്ടുപൊടിയില്ല. പുട്ടുപൊടി വാങ്ങാൻ പൈസയും കാണുന്നില്ല. അപ്പോഴാണ് ഓർത്തത്, വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു വീടുണ്ട്. അതായത് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ആ വീട്ടിലേക്ക് പോവാൻ. തൽക്കാലം അവിടെ പോയിട്ട് പൈസ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പുട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് ആ വീട്ടിലെത്തി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതായത് ഇങ്ങനെ ആശയവിനിമയം നടത്തി. പുട്ട് ബൈ, അതായത് വാങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തുനിന്ന് പൈസ ശേഖരിച്ചു. അങ്ങനെ പൈസയും ശേഖരിച്ച് പുട്ടുപൊടിയും വാങ്ങി വീട്ടിൽ വന്നു. അങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാണ്. അതിനു മുമ്പ് നമുക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതൊക്കെയാണെന്ന് നോക്കാം. പുട്ട് ഇൻ, ഇൻസെർട്ട്, ഇൻവെസ്റ്റ്, അപ്പോയിൻറ്റ്, അതായത് നിയമിക്കുക. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്നെ നിയമിച്ചു. പുട്ട് എക്രോസ്, പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം. പുട്ട് ബൈ, സേവ് മണി, അതായത് ശേഖരിക്കുക, സമ്പാദിക്കുക. പുട്ട് ബൈ, സേവ് മണി, ശേഖരിക്കുക, സമ്പാദിക്കുക. പുട്ട് ഇൻ, ഇന്നെന്താ നമ്മൾ പറഞ്ഞത്? ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പുട്ട് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ നിയമിക്കുക. പുട്ട് ഇൻ, ഇന്ന് എന്നെ നിയമിക്കുക. അടുത്തത് പുട്ട് എക്രോസ്. എക്രോസ് എന്താ? നമ്മൾ പറഞ്ഞില്ലേ, റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് പോയത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ആശയവിനിമയം നടത്താൻ. എന്തെന്നാ ആശയവിനിമയം നടത്തിയത്? പുട്ട് ബൈ. പുട്ട് ബൈ എന്താ? വാങ്ങുക. അപ്പോൾ ആ ബൈ ഓർത്ത് വെക്കുക കേട്ടോ. ഇവിടെ ഇപ്പം ബി വൈ എന്നുള്ള ബൈ ആണ്, എന്നാലും നിങ്ങളത് ഓർത്ത് വെക്കുക. പുട്ട് ബൈ എന്താണ്? പുട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയാണ് പോയത്? സേവ് മണി, പൈസ ശേഖരിക്കാൻ, സമ്പാദിക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക. അങ്ങനെ പൈസ വാങ്ങിയിട്ട് പുട്ടുപൊടിയും വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ പുട്ട് ബൈ, സേവ് മണി, ശേഖരിക്കുക അല്ലെങ്കിൽ സമ്പാദിക്കുക. ഇനി പുട്ടുണ്ടാക്കാൻ തുടങ്ങാണ്. പുട്ട് ഓൺ, ഓൺ ചെയ്യുക, ഗ്യാസ് ഓൺ ചെയ്യുക, അതായത് സ്വിച്ച് ഓൺ ചെയ്യുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ, അല്ലെങ്കിൽ വെയർ, ധരിക്കുക. സ്വിച്ച് ഓൺ എന്നും പറയും, വെയർ, ധരിക്കുക എന്നും പറയും. നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഡ്രസ്സിലൊക്കെ ആവുന്നതിന് അതിൻ്റെ മേലെ നമ്മൾ മറ്റേ എപ്രോൺ ഇല്ലേ, എപ്രോൺ കുക്ക് ചെയ്യുമ്പോഴുന്ന ഷെഫൊക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ, ആ ഡ്രസ്സ് ഇടുക, അതായത് ധരിക്കുക. അപ്പോൾ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വെയർ, ധരിക്കുക, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ, ഗ്യാസ് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുക, അതേപോലെ തന്നെ ധരിക്കുക, വെയർ, പുട്ട് ഓൺ. പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റേസ്, ബിൽഡ്, ഓൺ, സ്റ്റേ. റേസ് എന്നും പറയും, ബിൽഡ് എന്നും പറയും, അതായത് നിർമ്മിക്കുക എന്നും പറയും, ഉയർത്തുക. അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പുട്ടും കുറ്റിയിൽ പുട്ടുപൊടി ഇട്ടിട്ട് നമ്മൾ നിറക്കൂലേ, നിറച്ച് എന്ത് ചെയ്യുക? അത് ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ അത് ഉയർത്തുക, അതേപോലെ തന്നെ അത് നിർമ്മിക്കുക എന്നുകൂടെ ഓർത്ത് വെക്കുക. അടുത്തത് പുട്ട് അപ്പ് വിത്ത്, അതായത് ടോളറേറ്റ്, സഹിക്കുക. നമ്മൾ പുട്ടും കുറ്റിയിൽ നിറച്ച് അതായത് അപ്പ് വിത്ത്, പരമാവധി നിറച്ച്, അതുകൊണ്ട് തന്നെ അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം നമ്മൾ എന്ത് ചെയ്യും? പുട്ടുകുറ്റിയിൽ ഇങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കുന്നത്. പുട്ട് അപ്പ് വിത്ത് എന്താ?
ടോളറേറ്റ് സഹിക്കുക. അടുത്തത് പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്താണ്? സപ്രസ് റൈറ്റ്, അതായത് അടിച്ചമർത്തുക. സപ്രസ് അടിച്ചമർത്തുക. അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പുട്ട് ഡൗൺ അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ പുട്ട് എങ്ങനെയാണ് പുറത്തേക്ക് എടുക്കുക? പുട്ടും കുറ്റിയിൽ അടിച്ചമർത്തിയിട്ട്, അതായത് ഒരു സ്റ്റിക്കോ കോലോ എന്തെങ്കിലും എടുത്തിട്ട് കുത്തിയിട്ടല്ലേ, അടിച്ചമർത്തിയിട്ടാണ് പുട്ട് പുറത്തേക്ക് എടുക്കുന്നത്, അതായത് താഴേക്ക് വെക്കുന്നത്. അപ്പോൾ പുട്ട് ഡൗൺ താഴേക്ക് എങ്ങനെയാണ് വെക്കുന്നത്? അടിച്ചമർത്തുക. പുട്ടിൻ്റെ കുറ്റിയിൽ കുത്തി അടിച്ചമർത്തിയിട്ടാണ് പുട്ട് താഴേക്ക് വെക്കുന്നത്. അടുത്തത് പുട്ട് ഫോർവേഡ്. ടു സജസ്റ്റ് ആൻ ഐഡിയ. നിർദ്ദേശിക്കുക. പുട്ട് ഫോർവേഡ് എന്താ? ടു സജസ്റ്റ് ആൻ ഐഡിയ അല്ലെങ്കിൽ നിർദ്ദേശിക്കുക. പുട്ടിനെ ഇങ്ങനെ അടിച്ചമർത്തി കഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ പുട്ട് ഫോർവേഡ് എന്താണ്? പുട്ട് തന്നെ ഒരു കാര്യം മുന്നോട്ട് വെക്കുകയാണ്. എന്താണ്? ടു സജസ്റ്റ് ആൻ ഐഡിയ, ഒരു ഐഡിയ സജസ്റ്റ് ചെയ്യാണ്, നിർദ്ദേശിക്കുകയാണ്. എന്താണ്? പുട്ട് ആൻ എൻഡ് ടു, അതായത് പുട്ട് പറയാണ് എൻഡ്. എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ്, നിർത്തിക്കോ. അതായത് പുട്ടുണ്ടാക്കുന്നത് നിർത്തിക്കോ എന്ന് പുട്ട് തന്നെ സജസ്റ്റ് ചെയ്യാണ്. അടുത്തത് പുട്ട് ഔട്ട്. എന്താണ്? എക്സ്റ്റിങ്യൂഷ്, അണക്കുക അല്ലെങ്കിൽ കെടുത്തുക. എക്സ്റ്റിങ്യൂഷ്. അപ്പോൾ പുട്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പുട്ട് ഔട്ട് എന്താണ്? പുട്ടിനെയൊക്കെ പുറത്തേക്ക് എടുത്തു. എക്സ്റ്റിങ്യൂഷ് അണച്ചു, കെടുത്തി. അടുത്തത് പുട്ട് ഫോർത്ത്. എന്താണ്? ഹാർഡ് വർക്ക് അല്ലെങ്കിൽ പ്രൊഡ്യൂസ്, കഠിനാധ്വാനം ചെയ്യുക. എന്താണ്? കഠിനാധ്വാനം ചെയ്യുക. അങ്ങനെ നമ്മൾ 4 പുട്ടുണ്ടാക്കി. ഫോർത്ത് എന്നല്ലേ? അപ്പം നമ്മൾ 4 പുട്ടുണ്ടാക്കി, കഠിനാധ്വാനം ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു അല്ലേ? പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യുക. അടുത്തത് പുട്ട് ഓഫ്. പോസ്റ്റ് പോൺ ചെയ്യുക, അതായത് നീട്ടിവെക്കുക. പുട്ട് ഓഫ്, പോസ്റ്റ് പോൺ, നീട്ടിവെക്കുക. പുട്ട് ഓഫ് ചെയ്തു, അതായത് ഗ്യാസ് ഓഫ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? പോസ്റ്റ് പോൺ ചെയ്യാൻ, നീട്ടിവെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 4 പുട്ടുണ്ടാക്കിയില്ലേ, ബാക്കി പുട്ട് പിന്നീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീട്ടിവെച്ചു. അങ്ങനെ പുട്ട് അസൈഡ്, കീപ്പ്, സേവ് അല്ലെങ്കിൽ സജസ്റ്റ്, അതായത് മാറ്റിവെക്കുക. പുട്ടിനെ അസൈഡ്, പുട്ടിനെ എന്ത് ചെയ്തു? ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചു. കീപ്പ് അല്ലെങ്കിൽ സജസ്റ്റ് അല്ലെങ്കിൽ സേവ് എന്താണ്? പുട്ടിനെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചു. അപ്പോൾ പുട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ചെറിയ കഥയിലൂടെ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ എല്ലാ ഫ്രേസൽ വെർബും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. പുട്ട് ഇൻ. ഇൻ എന്താണ്? ഇന്ന് പുട്ടുണ്ടാക്കാൻ. ഇൻവെസ്റ്റ്, ഇൻസെർട്ട്, അപ്പോയിൻറ്റ്, എന്നെ നിയമിച്ചു. പുട്ട് എക്രോസ് എന്താണ്? റോഡ് ക്രോസ് ചെയ്ത് പോയിട്ട് എന്താണ് ചെയ്തത്? കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തി. പുട്ട് ബൈ പുട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. സേവ് മണി പൈസ ശേഖരിച്ചു. പുട്ട് ഓൺ സ്വിച്ച് ഓൺ ചെയ്തു, അതുപോലെ തന്നെ വെയർ ധരിച്ചു. പുട്ട് അപ്പ് ഉയർത്തി. പുട്ടും കുറ്റിയിൽ എന്ത് ചെയ്ത്? ഉയർത്തിക്കൊണ്ടുവന്നു. റേസ്, ബിൽഡ് അല്ലെങ്കിൽ സ്റ്റേ. പുട്ട് അപ്പ് വിത്ത് എന്താണ്? ടോളറേറ്റ് സഹിക്കുക, അതായത് സഹിക്കാവുന്നതിലും അപ്പുറം നിറച്ചു. പുട്ട് ഫോർവേഡ് അപ്പോൾ പുട്ട് എന്ത് ചെയ്തു? മുന്നോട്ട് വെച്ചു. ടു സജസ്റ്റ് ആൻ ഐഡിയ ഒരു ഐഡിയ നിർദ്ദേശിച്ചു.